യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. രക്ഷയ്ക്കായി ഞാൻ മുറയിടുന്നു, ന്യായം കിട്ടുന്നതുമില്ല. അനവധി ആളുകളുടെ ജീവിതത്തിൽ ന്യായത്തിനു വേണ്ടി നിലവിളിക്കുന്നു എങ്കിലും ന്യായമായതൊക്കെയും അന്യായമായി പോകുകയും അന്യായമായിരിക്കുന്നതൊക്കെയും ന്യായമായി വരികയും ചെയ്യുന്ന അനവധി സംഭവങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലും ചരിത്രത്തിൻ്റെ ഏടുകളിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ആർക്കാണ് ന്യായം ലഭിക്കുക എന്ന് ചോദിച്ചാൽ ശബ്ദമുയർത്തുന്നവനും പണമുള്ളവനും പേരും പ്രസിദ്ധിയുമുള്ളവർക്കും ഒക്കെ ആയിരിക്കുമ്പോൾ പാവപ്പെട്ട ഒരുപറ്റം ജനം ന്യായത്തിനു വേണ്ടി നീതിക്കു വേണ്ടി നിലവിളിക്കുന്നുണ്ട് എന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 17-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഭക്തൻ പറയുന്നു, യഹോവേ ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ന്യായം കേൾക്കുവാനും എനിക്ക് ന്യായം പാലിച്ചു തരുവാനും ആരുമില്ല. അത്യുന്നതനായ ദൈവം എനിക്ക് ന്യായം പാലിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം പറയുന്നത്, അവൻ മൂന്നാമതും അവരോട്, ഇവൻ ചെയ്ത ദോഷം എന്ത്? മരണയോഗ്യമായത് ഒന്നും അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു. പീലാത്തോസ് യേശുവിനെ കൊണ്ട് വന്നിരിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, ഇവനിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കുറ്റം എന്താണ്? ഞാൻ നോക്കിയിട്ട് ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുന്ന പീലാത്തോസ് യേശുവിനെ അടിക്കുവാൻ വിസ്തരിക്കുമ്പോൾ അല്ല വിധിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കപ്പെടുന്നത്? ന്യായം കിട്ടാതെ യേശു അടിയേൽക്കേണ്ടി വരുന്ന പശ്ചാത്തലമാണ്. മാത്രമല്ല, യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിക്കുമ്പോഴും പീലാത്തോസ് ഇവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് വിശുദ്ധ ബൈബിൾ ചരിത്രം ഓർപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന് പോലും ന്യായം പാലിച്ചു കിട്ടിയില്ല എന്ന് ചരിത്രവും വേദപുസ്തകവും ഓർപ്പിക്കുകയാണ്. ദാവീദ് പറയുന്നു, അങ്ങല്ലാതെ ന്യായം തരുവാൻ ആരുമില്ല. യഥാർത്ഥ ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തു ന്യായം ലഭിക്കാതെ കണ്ട് ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയായി രേഖപ്പെടുത്തപ്പെടുന്നു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത് 2 പേരുടെ പ്രാർത്ഥനയാണ്. പരീശന്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയാണ്. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ന്യായമായ പ്രാർത്ഥനയായതുകൊണ്ട്
ആ പ്രാർത്ഥനയെ ദൈവം നീതീകരിക്കുകയും അവൻ നീതീകരിക്കപ്പെട്ടവനായി പോവുകയും ചെയ്തു എന്ന് നാം മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകം നമുക്ക് നീതി തരികയില്ല, ന്യായം ലോകത്തിന് മുമ്പിൽ നമുക്ക് ലഭിച്ചെന്ന് വരികയില്ല. എന്നാൽ നമുക്ക് ന്യായമായി വിധി നൽകുന്ന, ന്യായമായി നമ്മെ വിധിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം. അതിനെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഈ ലോകം ഞങ്ങൾക്ക് ന്യായമായ വിധി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു പോകുവാൻ സാധിക്കാത്ത ലോകമാണ്. എന്നാൽ ഞങ്ങൾക്ക് ന്യായമായി വിധി നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.